ഒരു പ്രവാസിയുടെ അനുഭവം കേട്ടാലോ? ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീയേട്ടാ. ശ്രീയേട്ടനും സരളമ്മയ്ക്കും ഗോവിന്ദനും നമ്മുടെ ത്രിമധുരത്തിലെ ഓരോ ഗോപീഗോപന്മാരും കണ്ണൻ്റെ അനുഗ്രഹത്താൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കുവൈറ്റിലാണ് ജോലി. കണ്ണൻ എന്നെ കുവൈറ്റിലെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി തന്ന ആ മറക്കാനാവാത്ത അനുഭവം ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ അനുഭവം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വാർഡിൽ എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയ ഫസ്റ്റ് മന്ത് തൊട്ടേ എന്നോട് ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാണ്, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഓഫ് ഡേയിൽ ഞാനും ഉണ്ണിയപ്പം റെഡിയാക്കാൻ എല്ലാം സെറ്റ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് ഉണ്ണിയപ്പം റെഡിയായി. ഒരു ടിഷ്യൂ പേപ്പറിലെടുത്തു. ഓടിപ്പോയി കയ്യും കാലും ഒക്കെ കഴുകി വന്നു. ഒരു നല്ല ബൗളിൽ ഉണ്ണിയപ്പം എടുത്തു വെച്ചിട്ട് ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, സ്നേഹത്തോടെ വന്ന് നീ ഈ കുഞ്ഞു സമ്മാനം സ്വീകരിക്കണേ ഉണ്ണീന്ന്. ഇനിയാണ് ശ്രീയേട്ടാ കഥ. കണ്ണന് കൊടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ റൗണ്ട് മാവ് ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, തീ ആളിട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ റെഗുലേറ്ററിന് തീ പിടിച്ചു. എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അലറിക്കൊണ്ട് കിച്ചൻ്റെ ഡോറ് വലിച്ചു തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവർ റൂമിൽ ഉറങ്ങുമ്പോൾ കിച്ചണിൽ സൗണ്ട് ബുദ്ധിമുട്ടാവാതിരിക്കാൻ അടുക്കള വാതിൽ അടച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഒപ്പം ബർണറും ഗ്യാസ് റെഗുലേറ്ററും ഒക്കെ കൂടി നിമിഷങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞടുക്കള ഫുള്ള് പുകയും തീയുമായി. ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായി എനിക്ക്. എൻ്റെ കുഞ്ഞുമക്കളുടെ മുഖം മനസ്സിൽ മിന്നിമാഞ്ഞു. എൻ്റെ അലറിക്കരച്ചിൽ കേട്ട് റൂമിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് വന്ന് വാതിൽ തുറന്നു. ഞാൻ ചാടി പുറത്തിറങ്ങി കണ്ണനെ മനമുരുകി വിളിച്ചു, കണ്ണാ, നീ അല്ലാതെ ആരുമില്ല കണ്ണാ. ഞാനും റൂമിലെ മറ്റ് 3 ആളും കൂടി ഒരുമിച്ച് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ആരെയും അറിഞ്ഞുകൂടാതെ എന്തു പറ്റിയെന്ന് തിരക്കാൻ പോലും ആരും ഇല്ലാതെ പോയ അവസ്ഥ. പിന്നെ കണ്ണൻ തന്ന ധൈര്യം. വാറിൻ്റെ ടൈമിൽ ബക്കറ്റിൽ പിടിച്ചു വെച്ച വെള്ളത്തിൽ നൈറ്റ് ഡ്രസ് മുക്കി റെഗുലേറ്ററിലേക്ക് എറിഞ്ഞു. തീനാളങ്ങൾ വല്ലാതെ പൊങ്ങിത്തുടങ്ങി. ബാക്കിയിരുന്ന 2 ബക്കറ്റ് വെള്ളം മുഴുവൻ പുറത്തുനിന്നും അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് ഓടുമ്പോൾ ബക്കറ്റോടുകൂടി തെന്നിയിട്ട് നടുവൊടിച്ച് വീണുട്ടോ. അവിടുന്ന് വീണ്ടും എണീറ്റു. ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ ഞങ്ങൾ 4 പെൺകുട്ടികൾ. അപ്പോഴും മനസ്സ് നിറയെ കണ്ണനായിരുന്നു. കൂടെയുള്ള 2 പേര് ഹാരിസിനെ അറിയിക്കാൻ അയാളുടെ റൂമിലേക്ക് ഓടി. ഇനി ഒന്നും ചെയ്യാനില്ലാതെ വാറ് വന്നാൽ ഓടാൻ റെഡിയാക്കി വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് ഫയലെടുത്ത് ഞങ്ങൾ അലറിക്കറിഞ്ഞ് റൂമിന് പുറത്തിറങ്ങി. ശ്രീയേട്ട, അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് റൂമിൻ്റെ മുൻപിൽ ഒരു ചവിട്ടി കിടക്കുന്നത് എൻ്റെ കണ്ണിൽ പെട്ടതല്ല, എൻ്റെ പൊന്നുണ്ണി കാട്ടിത്തന്നത്. പിന്നെ അതും എടുത്ത് വീണ്ടും ഞാൻ അകത്തേക്ക് ഓടി. വല്ലാതെ തീ ആളിക്കഴിഞ്ഞു. ഇനി അകത്ത് പോവല്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ബലത്തിൽ പുറകിലേക്ക് വലിച്ചു. എന്നിട്ടും പാഞ്ഞുപോയി. ആ ചവിട്ടി കൊണ്ട് റെഗുലേറ്ററിൽ ആഞ്ഞടിച്ചു. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം തീ അണഞ്ഞു. എന്തിനും ഏതിനും എപ്പോഴും കരഞ്ഞ് തളരുന്ന എനിക്ക് അപ്പോൾ കണ്ണൻ തന്ന ആ ധൈര്യം എങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയും? എനിക്കറിയില്ല ശ്രീയേട്ടാ. ഇപ്പോഴും മനസ്സിൽ നിന്നും ആ പേടി മാറിയിട്ടില്ല. ജൂലൈ 31 എൻ്റെ പൊന്നുണ്ണി എനിക്ക് ദാനം നൽകിയ 2ാം ജന്മം. എത്ര നന്ദി പറഞ്ഞാലും ഒന്നും ആവില്ല എൻ്റെ പൊന്നുണ്ണി. നന്ദി കണ്ണാ, കോടി കോടി നന്ദി. ഹരേ കൃഷ്ണ ഹരേ നാരായണ. എത്ര ചുരുക്കിയിട്ടും പറ്റുന്നില്ല, ക്ഷമിക്കണം. ഒത്തിരി നീണ്ടുപോയി. പക്ഷേ എൻ്റെ ഈ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ വലിയൊരു സത്യമുണ്ട്. എത്ര വലിയ പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ വന്നാലും ഒരുപക്ഷെ ആരും കൂടെ ഇല്ലാതെ പോയാലും ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കും, തീർച്ച. അതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ഈ വലിയ അനുഭവം. എന്താ പറയേണ്ടത്? ഞാൻ അനുഭവം സത്യം പറഞ്ഞാൽ ആദ്യം വായിച്ചു നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലായത്. എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ കഥ? ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയയ്ക്കുക. ഹരേ കൃഷ്ണ.